Hey guys, welcome back to EduPort. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. സോ സമയം വൈകിപ്പിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനീസ്. എന്താ ഈ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെയും റേഷ്യോ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോ എന്ന് പറയുന്നത്, സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാ. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ടൈപ്പിനെ നമ്മൾ യങ്സ് മോഡുലസ് എന്നാണ് പേരിട്ട് വിളിച്ചത്. എന്താ ഈ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെയും അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യങ്സ് മോഡുലസ് കിട്ടും. എന്താ ചെയ്തത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെയും റേഷ്യോ എടുത്താൽ നമുക്ക് യങ്സ് മോഡുലസ് കിട്ടും. ഇനി എന്താ ഈ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ, അല്ലെങ്കിൽ വോളിയം സ്ട്രെസ്സിൻ്റെയും വോളിയം സ്ട്രെയിനിൻ്റെയും റേഷ്യോവിനെയാണ് ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കുന്നത്. ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോ വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല, റിജിഡിറ്റി മോഡുലസ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിലോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെയും ഷിയറിംഗ് സ്ട്രെയിനിൻ്റെയും റേഷ്യോയാണ് നമ്മൾ റിജിഡിറ്റി മോഡുലസ് എന്ന് വിളിക്കുന്നത്. റിജിഡിറ്റി മോഡുലസിനെ ജി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിജിഡിറ്റി മോഡുലസ് കിട്ടും. കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പ് ഉണ്ട്. 1 യങ്സ് മോഡുലസ്, 2 ബൾക്ക് മോഡുലസ്, 3 റിജിഡിറ്റി മോഡുലസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് യങ്സ് മോഡുലസിനെ കുറിച്ചാണ്. എന്താ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെയും റേഷ്യോയെ കുറിച്ചാണ് ചോദിച്ചത്. അത് യങ്സ് മോഡുലസ് ആണ് എന്ന് ആൻസർ എഴുതി വെക്കാം. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഫോർ സ്മോൾ ഡിഫോർമേഷൻസ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ചെറിയ ഡിഫോർമേഷന് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നു. നോക്കണേ, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. എപ്പോഴ്? ചെറിയ ഡിഫോർമേഷൻസിൽ, ചെറിയ ഡിഫോർമേഷൻ കൊടുക്കുന്ന സമയത്ത് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണെന്ന് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്? വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചു. അത് ഹൂക്സ് ലോ ആണ്. സോ according to Hooke's law, stress is directly proportional to strain എന്നാണ് പഠിച്ചിട്ടുള്ളത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സെറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. നെയിം ദ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എബോവ് ഫിഗർ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിഗർ തന്നിട്ട് ഏത് ടൈപ്പ് സ്ട്രെയിൻ ആണ് ഇവിടെ ഉള്ളത് എന്നാണ്. നമുക്കറിയാം ഇവിടെ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് ടാൻജൻഷ്യലി ആണ്. ഈ സർഫസിന് പാരലലായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് കൊണ്ട് ഈ ഒബ്ജക്റ്റിന്റെ, ഈ സിലിണ്ടറിന്റെ ഷേപ്പിൽ വ്യത്യാസം വന്നു. സോ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന സ്ട്രെയിൻ എന്താണ്? അത് ഷിയറിംഗ് സ്ട്രെയിൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചു. എന്താ സ്ട്രെയിൻ? ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ഈ ഷിയറിംഗ് സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ അത്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ മനസ്സിലാക്കി വെക്കാം. ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിന് പാരലായിട്ട് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുകയും അയാളുടെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ട്രെയിൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ സ്ട്രെയിൻ ആയിരിക്കും. ടാൻജൻഷ്യൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. യങ്സ് മോഡുലസ് ഓഫ് 3 മെറ്റീരിയൽസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. സോ 3 മെറ്റീരിയൽസ് എക്സ് വൈ സെറ്റ് തന്നിട്ടുണ്ട്. ഈ 3 മെറ്റീരിയൽസിന്റെ യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? നമ്മളോട് ചോദിച്ചു വാട്ട് ഡു യു മീൻ ബൈ യങ്സ് മോഡുലസ്. കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താ ഈ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ ആണോ? റെഡിയാണ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ എഫ് ബൈ എ എന്ന് എഴുതി വെച്ചു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവരെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. എന്താ ചെയ്തേ? ഇവിടെ എൽ മുകളിലേക്ക് കയറി, ഇവിടെ ഏരിയ താഴോട്ടേക്ക് വന്നു. സോ നമുക്ക് കിട്ടി എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ ആണ് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ. സോ യങ്സ് മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ആണ് എന്ന് എഴുതി വെക്കാം. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? റെഡി. നോക്കണേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെലക്ട് ദ മെറ്റീരിയൽ ഫ്രം ദ ടേബിൾ
വിച്ച് ഷോസ് മോർ ഇലാസ്റ്റിസിറ്റി. ഇവിടെ തന്നിരിക്കുന്ന എക്സ് വൈ സെഡ് എന്നീ മെറ്റീരിയൽസിൽ ആർക്കാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ എന്നാ ചോദിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റി പറയുക? ഒരു ഒബ്ജക്റ്റിന്റെ യങ്സ് മോഡുലസ് നോക്കിക്കൊണ്ട് അയാൾ ഇലാസ്റ്റിക് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം ഇലാസ്റ്റിക് ആണ് എന്നുള്ളത് അയാളുടെ യങ്സ് മോഡുലസ് നോക്കിക്കൊണ്ട് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള എക്സ് വൈ സെഡ് എന്നീ മെറ്റീരിയൽസിൽ ആർക്കാണ് യങ്സ് മോഡുലസ് കൂടുതൽ? തന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ സെഡ് എന്ന് പറഞ്ഞ മെറ്റീരിയലിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ. സോ അയാൾക്ക് യങ്സ് മോഡുലസ് കൂടുതലായതുകൊണ്ട് അയാൾ മോർ ഇലാസ്റ്റിക് ആണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഒരു ഒബ്ജക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റി പറയുന്നത് നമ്മൾ അയാളുടെ യങ്സ് മോഡുലസ് നോക്കിക്കൊണ്ടാണ്. സോ ഈ ഒരു ഒബ്ജക്റ്റിന്റെ സെഡ് എന്ന് പറഞ്ഞ ഈ സബ്സ്റ്റൻസിന്റെ യങ്സ് മോഡുലസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നത് സെഡ് ആണ് എന്നോർത്ത് വെക്കാം. ക്ലിയർ അല്ലേ? റെഡി ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് എ വയർ ഓഫ് യങ്സ് മോഡുലസ് വൈ ഈസ്. ഓക്കെ, ഒരു വയർ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, സിലിണ്ടറിക്കൽ ഷേപ്പിലാണെന്ന് വിചാരിക്കുക. ഈ വയറിന്റെ ലെങ്ത് L ആണ്. ഇയാളെ നിങ്ങൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ടെൻസൈൽ ഫോഴ്സ് കൊടുത്തു. ഇവിടെ ടെൻസൈൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇയാളുടെ ലെങ്ത് ചേഞ്ച് ചെയ്തു. ഇയാളുടെ L എന്ന് പറയുന്ന ലെങ്ത് ഇൻക്രീസ് ചെയ്ത് എന്തായി? ഡബിൾ ആയിട്ട് മാറി, 2L ആയിട്ട് മാറി. ഓക്കെ ആണോ? റെഡിയാണ്. സോ ഇയാളുടെ ലെങ്ത് ചേഞ്ച് ചെയ്തു, അത് ഡബിൾ ആയിട്ട് മാറി. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് ദ വയർ ഓഫ് യങ്സ് മോഡുലസ് വൈ ഈസ്. ഇവിടെ എടുത്തിരിക്കുന്ന ഈ വയറിന്റെ യങ്സ് മോഡുലസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വയറിനെ ഡബിൾ ആക്കാൻ വേണ്ടി, ഇയാളുടെ ലെങ്ത് ഡബിൾ ആക്കാൻ വേണ്ടി എത്രത്തോളം സ്ട്രെസ് കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളിവിടെ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എഴുതി വെക്കുന്നു. എന്താ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ? y ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ L ആണ്. സംശയമില്ല, യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ലെങ്ത് എന്താ ചേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 2L ആയിട്ട് മാറി. എന്താ സംഭവിച്ചേ? ലെങ്ത് L എന്ന് പറയുന്നത് 2L ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ L എത്രയാ? ഫൈനൽ ലെങ്ത് 2L മൈനസ് ഇനീഷ്യൽ ലെങ്ത് L ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ L എന്ന് പറയുന്നത് L ആണ് എന്ന് നമുക്ക് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യങ്സ് മോഡുലസ് കിട്ടും F ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ L എന്ന് പറയുന്നത് L ആണ്. ഈ എല്ലും ക്യാൻസലായി, മുകളിലുള്ള എല്ലും താഴെയുള്ള എല്ലും ക്യാൻസലായി. നമുക്ക് കിട്ടി y ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടി. എന്താ കിട്ടിയേ? y ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടി. ഇവിടെ F ബൈ A എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ ഏരിയ ആണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് കിട്ടി ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ വൈക്ക് ഇക്വാലന്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സോ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് L നിന്നും 2L ആകണമെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട സ്ട്രെസ് അല്ലെങ്കിൽ F ബൈ A എന്ന് പറയുന്നത് എന്ത് തന്നെയാ? Y തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, Y. ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. സ്റ്റേറ്റ്സ് ഹൂക്സ് ലോ ഫോർ ഇലാസ്റ്റിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ചെറിയ ഡീഫോർമേഷൻസ് ആണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇനി സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുത്താൽ എന്താ കിട്ടുക? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു വെച്ചു. ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ പേരിട്ട് വിളിച്ചത്. എന്താ പേരിട്ട് വിളിച്ചത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പേരിട്ട് വിളിച്ചു. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പേരിട്ട് വിളിച്ചു. ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. യങ്സ് മോഡുലസ് ഓഫ് എ വയർ ഡിപ്പെൻഡ് അപ്പോൺ. ഒരു വയറിന്റെ യങ്സ് മോഡുലസ് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അത് മെറ്റീരിയൽ ഓഫ് ദ വയർ ആണ്. ഫോർ എക്സാമ്പിൾ സ്റ്റീലിനുള്ള യങ്സ് മോഡുലസ് ആയിരിക്കില്ല അലൂമിനിയത്തിന് ഉണ്ടാകുക. അലൂമിനിയത്തിന് ഉണ്ടാകുന്ന യങ്സ് മോഡുലസ് ആയിരിക്കില്ല ഗ്ലാസിന് ഉണ്ടാകുക. സോ ഇവിടെ ഓരോ മെറ്റീരിയൽസിനെ എടുക്കുന്ന സമയത്ത് സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് 20 × 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. എന്നാൽ ഗ്ലാസിന്റെ കേസ് എടുത്ത് അത് 7 × 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഓരോ മെറ്റീരിയലിനനുസരിച്ചും ഇവിടെ ആളുടെ യങ്സ് മോഡുലസിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. സോ നമുക്ക് പറയാം ഒരു വയറിന്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് അയാളുടെ മെറ്റീരിയലിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ ആണെങ്കിൽ റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ബൾക്ക് മോഡുലസ്? കുറച്ച് മുന്നേ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിസ്കസ് ചെയ്തു. എന്താ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുത്താലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. ഇവിടെ നമ്മളോട് ബൾക്ക് മോഡുലസ് എന്താണെന്നാ ചോദിച്ചത്. നിങ്ങൾ വോളിയം സ്ട്രെസ്സിനെ നിങ്ങൾ വോളിയം സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വോളിയം സ്ട്രെസ്സിന്റെയും വോളിയം സ്ട്രെയിനിന്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബൾക്ക് മോഡുലസ്
കിട്ടും. ഓക്കെ ആണോ? സോ നമുക്ക് പറയാം ബൾക്ക് മോഡുലസ് ബി എന്ന് പറയുന്നത് ആരുടെയൊക്കെ റേഷ്യോ ആണ്? വോളിയം സ്ട്രെസ്സിന്റെയും വോളിയം സ്ട്രെയിനിന്റെയും റേഷ്യോ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണ്. നോക്കണേ, ബി ഈസ് വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. ഈ വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, എഫ് ഡിവൈഡഡ് ബൈ എ ആണ്. എന്താ ഈ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ആണ്. സോ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും എഫ് വി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ വി ആണ് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ. സോ ബി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ വി ആണ് എന്ന് എഴുതി വെക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? റെഡി. വാട്ട് ഈസ് കംപ്രസിബിലിറ്റി? കുറച്ചു മുന്നേ നമ്മൾ ബൾക്ക് മോഡുലസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഈ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ കംപ്രസിബിലിറ്റിയെ നിങ്ങൾ കെ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കെ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്, അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ബി ആണ് എന്ന് എഴുതി വെക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? റെഡിയാണ്. സോ നമുക്ക് എഴുതി വെക്കാം, ഇവിടെ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്രസിബിലിറ്റി കിട്ടും. കെ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ബി ആണ്. ഈ ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റ് എന്താ? ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കംപ്രസിബിലിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? നേരെ റിവേഴ്സ് ആയിരിക്കും, നേരെ റെസിപ്രോക്കൽ ആയിരിക്കും. ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സെറ്റ് ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. Substances which can be stretched to great extent with a small stress is called. ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാകുന്ന മെറ്റീരിയൽസിനെ നിങ്ങൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? നോക്കണേ, നിങ്ങൾ ചെറിയ സ്ട്രെസ് അപ്ലൈ ചെയ്താലും അവിടെ വലിയ രീതിയിൽ സ്ട്രെച്ച് ചെയ്യപ്പെടും. വലിയ രീതിയിൽ ലാർജ് സ്ട്രെച്ചിങ് നടക്കണമെങ്കിൽ അവിടെ സ്ട്രെയിൻ കൂടുതലായിരിക്കും. സോ ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുന്ന, കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ഇലാസ്റ്റോമേഴ്സ്. എന്താ പേരിട്ട് വിളിച്ചത്? ഇലാസ്റ്റോമേഴ്സ് എന്നാണ് പേരിട്ട് വിളിച്ചത്. ഈ ഇലാസ്റ്റോമേഴ്സ് അപ്പോൾ ഹൂക്സ് ലോ ഒബേ ചെയ്യോ? ഇല്ല, ഇലാസ്റ്റോമേഴ്സ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. ഡസൻറ്റ് ഒബേ ഹൂക്സ് ലോ. എന്താ ഈ ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ? ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചു, നമ്മൾ പഠിച്ചു വെച്ചു. എന്താ പഠിച്ചത്? സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഫോർ സ്മോൾ ഡിഫർമേഷൻ എന്നാണ് നമ്മൾ ഹൂക്സ് ലോയിൽ പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഇലാസ്റ്റോമർ എന്ന് പറയുന്ന ആളുകൾക്ക് ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരിക്കലും സ്ട്രെസ് സ്ട്രെയിൻ എന്തല്ല, പ്രൊപ്പോർഷണൽ അല്ല. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല എന്നുള്ള പോയിന്റ് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നോക്കാം, ബൾക്ക് മോഡുലസ് ബിയുടെ വാല്യൂ തന്നു. ബൾക്ക് മോഡുലസ് ബി ഈസ് ഈക്വൽ ടു 2 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഫൈൻഡ് ഇറ്റ്സ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി കെ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആണ് ആരുടെ? ബൾക്ക് മോഡുലസിന്റെ. സോ 1 ഡിവൈഡഡ് ബൈ 2 × 10⁻⁹ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്രസിബിലിറ്റി കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്, അരയാണ്. 0.5 × 10⁻⁹ മുകളിലേക്ക് പോകും, 10⁻⁻9 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടി കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് 0.5 × 10⁻⁹ മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ ആണ് എന്ന ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റീൽ ഓർ റബ്ബർ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്? സ്റ്റീൽ ആണോ റബ്ബർ ആണോ കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ? സോ ഞാനിവിടെ ഒരേ സൈസിലുള്ള സ്റ്റീലിനെയും എടുത്തു, അതേപോലെ തന്നെ റബ്ബറിനെയും എടുത്തു. ഇവരുടെ രണ്ടുപേരുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിമാ. സോ ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള സ്റ്റീലിനെയും റബ്ബറിനെയും ഞാൻ എടുത്തു. ആരെയൊക്കെ? ആദ്യം എടുത്തിരിക്കുന്നത് സ്റ്റീലിനെയാണ്, രണ്ടാമത് എടുത്തിരിക്കുന്നത് റബ്ബറിനെയാണ്. സോ ഒരേ ഡയമെൻഷനുള്ള ഈ സ്റ്റീലിലേക്കും റബ്ബറിലേക്കും ഞാൻ എന്ത് ചെയ്യാണ്? ഒരേ സ്ട്രെസ് അപ്ലൈ ചെയ്യാണ്. ഒരേ സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സ്ട്രെയിൻ ആണോ ഉണ്ടാകുക? ഒരേ സ്ട്രെച്ചിങ് ആണോ സംഭവിക്കുക? അല്ലേ അല്ല. നമുക്കറിയാം ഇവിടെ സ്ട്രെയിൻ ആർക്കാ കൂടുതൽ ഉണ്ടാകുക? ഒരേ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബറിന് സ്ട്രെയിൻ കൂടുതലായിരിക്കും. സ്റ്റീലിന്റെ കേസിൽ സ്ട്രെയിന് വളരെ കുറവാണ്. എന്നാൽ റബ്ബറിന്റെ കേസിൽ ഇയാളുടെ സ്ട്രെയിന് വളരെ കൂടുതലായിരിക്കും. സോ ഇവിടെ നമ്മൾ യങ്സ് മോഡുലസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്താ എടുക്കുന്നത്? യങ്സ് മോഡുലസ് എടുത്തു. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. സോ ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സ്റ്റീലിനാണോ റബ്ബറിനാണോ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുക? ഒരേ സ്ട്രെസ് അപ്ലൈ ആണ് ചെയ്തിട്ടുള്ളത്. ഒരേ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റീലിനാണോ അല്ലെങ്കിൽ റബ്ബറിനാണോ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുക? നമ്മൾക്കറിയാം ഇവിടെ സ്ട്രെയിൻ കൂടുതലുള്ളത് ആർക്കാ? റബ്ബറിനാണ്. സ്റ്റീലിന് സ്ട്രെയിൻ വളരെ കുറവാണ്.
കുറവാ. സ്റ്റീലിന് സ്ട്രെയിൻ വളരെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സ്റ്റീലിന് സ്ട്രെയിൻ വളരെ കുറവാണെങ്കിൽ അയാളുടെ യങ്സ് മോഡുലസ് കൂടുതലായിരിക്കും. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ കണ്ടു ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രെസ് രണ്ടുപേർക്കും സെയിം ആ. സ്ട്രെസ് രണ്ടുപേർക്കും സ്ട്രെയിൻ ആകുമ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് കണ്ടു. സോ ഇവിടെ സ്റ്റീലിന്റെ സ്ട്രെയിൻ വളരെ കുറവാ. സ്റ്റീലിന്റെ സ്ട്രെയിൻ വളരെ കുറവായതുകൊണ്ട് സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് വളരെ കൂടുതലായിരിക്കും. സോ യങ്സ് മോഡുലസ് കൂടിയ മെറ്റീരിയൽ ഏതാണോ അയാൾക്ക് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റുകളിൽ സ്റ്റീലും എടുത്തു, നമ്മൾ റബ്ബറും എടുത്തു. റബ്ബറിനും സ്റ്റീലിനും ഒരേ സ്ട്രെസ് അപ്ലൈ ചെയ്യാണ്. റബ്ബറിനും സ്റ്റീലിനും ഒരേ സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടായിരിക്കുന്നത് റബ്ബറിനാണ്. സ്റ്റീലിന് ഉണ്ടായിരിക്കുന്ന സ്ട്രെയിൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ വളരെ കുറവാണ്. സോ സ്റ്റീലിന്റെ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻ വളരെ കുറവായതുകൊണ്ട് സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് വളരെ കൂടുതലായിരിക്കും. സോ യങ്സ് മോഡുലസ് കൂടിയ ആൾക്ക് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. സോ നമുക്ക് എഴുതി വെക്കാം, സ്റ്റീൽ എന്ന് പറയുന്നത് റബ്ബറിനേക്കാളും ഇലാസ്റ്റിക് ആയിരിക്കും. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് പറഞ്ഞു വെക്കാം. കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സെറ്റ് ആണെങ്കിൽ റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ഇലാസ്റ്റോമേഴ്സ്? നമ്മൾ കുറച്ചു മുന്നേ ഡിസ്കസ് ചെയ്തു. ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾ ഉണ്ടോ? ഉണ്ട്. നമ്മളുടെ ഹാർട്ടിലുള്ള ബ്ലഡ് വെസൽ ആയിട്ടുള്ള അയോട്ട എന്ന് പറയുന്നത് ഇലാസ്റ്റോമറിന് എക്സാമ്പിൾ ആണ്. റബ്ബർ എന്ന് പറയുന്നത് ഇലാസ്റ്റോമറിന് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ഇലാസ്റ്റോമറിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരക്കാൻ പറയുകയാണ്. ഇലാസ്റ്റോമറിന്റെ കേസിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണോ കിട്ടുക? അല്ല. സോ നമ്മൾ വൈ ആക്സിസിൽ സ്ട്രെസ്സിനെ എടുക്കുന്നു, എക്സ് ആക്സിസിൽ സ്ട്രെയിനിനെയും എടുക്കുന്നു. അങ്ങനെ ഇയാളുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്, സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും സ്ലോപ്പ് നോക്കണേ. ഞാൻ വൈ ആക്സിസിൽ ആരെയും എടുത്തു? വൈ ആക്സിസിൽ ഞാൻ സ്ട്രെസ്സിനെയും എടുത്തു, എക്സ് ആക്സിസിൽ ഞാൻ സ്ട്രെയിനിനെയും എടുത്തു. സോ ഇയാളുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ആക്സിസിൽ ആരാണോ ഉള്ളത് അയാളെ ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. സോ ഏത് ഗ്രാഫും ആയിക്കോട്ടെ ആ ഗ്രാഫിന്റെ വൈ ബൈ എക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. ഇവിടെ വൈ ആക്സിസിൽ ആരാ ഉള്ളത്? വൈ ആക്സിസിൽ സ്ട്രെസ് ആണുള്ളത്. സോ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് ഇയാളുടെ സ്ലോപ്പ്. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ് ആണ്. സോ ഇവിടെ 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 സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് സ്ലോപ്പ് തന്നെയാണ്. സോ നമുക്ക് പറയാം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ മെറ്റൽ ഈസ് ഗിവൺ ബിലോ. ഒരു മെറ്റലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് തന്നത്. സോ നമ്മൾ സ്ട്രെസ്സിനെ വൈ ആക്സിസിലും എടുത്തു, സ്ട്രെയിനിന് നമ്മൾ എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്ത ഈ കർവിനെ പേരിട്ട് വിളിച്ചു സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇവിടെ നമ്മളോട് എ ബി ഡി ഇ എന്ന് പറഞ്ഞ പോയിന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. എ എന്ന് പറഞ്ഞ പോയിന്റ് ആരാ? എ എന്ന് പറഞ്ഞ പോയിന്റ് വരെ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മൾ കണ്ടു. സോ നമുക്ക് പറയാം ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണ്. എപ്പോൾ വരെ? എ എന്ന് പറഞ്ഞ പോയിന്റ് വരെ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണ്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന റീജിയൻ ആണ്. സോ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം ഇയാൾ പ്രൊപ്പോർഷണൽ ആണോ? സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണോ? അല്ല. എ എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം സ്ട്രെസ് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ അല്ല, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. സോ എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ പ്രൊപ്പോർഷണാലിറ്റിയുടെ മാക്സിമം ലിമിറ്റ്. സോ പ്രൊപ്പോർഷണാലിറ്റിയുടെ ആ മാക്സിമം ലിമിറ്റിനെ, ആ കർവ് പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്ന ആ മാക്സിമം പോയിന്റിനെ നമ്മൾ പേരിട്ട് വിളിച്ചു പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ ആണോ? റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ബി എന്ന് പറഞ്ഞ പോയിന്റ്? നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിലേക്ക് ഞാൻ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു വയറാണെന്ന് വിചാരിക്കുക. ഈ വയറിലേക്ക് ഞാൻ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇയാളുടെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യും. സോ ഈ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇയാളുടെ ലെങ്ത് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യാണ്. ഈ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ ഇയാളുടെ ഒറിജിനൽ ലെങ്ത്തിലേക്ക്, ഒറിജിനൽ ഡയമെൻഷനിലേക്ക് തിരിച്ചു വരും. സോ ഈ ഒറിജിനൽ ഡയമെൻഷനിലേക്ക് ഇയാൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ ഇലാസ്റ്റിസിറ്റി കാണിച്ചു എന്നാണ് നമ്മൾ പറയുക. സോ ഈ ഒരു ഒബ്ജക്റ്റ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന ആ മാക്സിമം പോയിന്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. സോ ബി എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം ഈ ഒബ്ജക്റ്റ് എന്തല്ല? ഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നില്ല. ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന ആ മാക്സിമം പോയിന്റിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ യീൽഡ് പോയിന്റ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറഞ്ഞാൽ ആരാ? ഡി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പേരിട്ട് വിളിച്ചു. ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പേരിട്ട് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറഞ്ഞ പോയിന്റ് എന്താ?
ഇ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ഫ്രാക്ചർ പോയിന്റ്. സോ ഇ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യപ്പെടും. സോ ആ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യപ്പെടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫ്രാക്ചർ പോയിന്റ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. മെറ്റീരിയൽ ഈസ് ഇലാസ്റ്റിക് ഇൻ വിച്ച് റീജിയൻ, മെറ്റീരിയൽ ഈസ് പ്ലാസ്റ്റിക് ഇൻ വിച്ച് റീജിയൻ. നമുക്കറിയാം ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെയാണ് മെറ്റീരിയൽ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്. ബി എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം മെറ്റീരിയൽ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നില്ല. സോ ബി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് പേരിട്ട് വിളിച്ചത്. എന്താ പേരിട്ട് വിളിച്ചത്? ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നൊക്കെയാണ് പേരിട്ട് വിളിച്ചത്. സോ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നാണ് ബി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ വിളിച്ചത്. സോ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ ഈ മെറ്റീരിയൽ എന്ത് കാണിക്കുന്നുണ്ട്? ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നുണ്ട്. സോ ഒ മുതൽ ബി വരെയുള്ള റീജിയനെ നമുക്ക് ഇലാസ്റ്റിക് റീജിയൻ എന്ന് പേരിട്ട് വിളിക്കാം. ഇനി ബിക്ക് ശേഷമുള്ള റീജിയന്റെ പ്രത്യേകത എന്താ? അവിടെ മെറ്റീരിയൽ ഇലാസ്റ്റിസിറ്റി അല്ല കാണിക്കുന്നത്, പ്ലാസ്റ്റിസിറ്റി ആണ്. സോ നമുക്ക് പറയാം ബി എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം ബിയോണ്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം ഈ ഒബ്ജക്റ്റ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നില്ല, മറിച്ച് പ്ലാസ്റ്റിസിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് പറയാം ഇവിടെ ബിയോണ്ട് ബി എന്ന് പറഞ്ഞ റീജിയൻ പ്ലാസ്റ്റിക് റീജിയൻ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ബി വരെ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നു. സോ ഒ മുതൽ ബി വരെയുള്ള റീജിയനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്നും ബിക്ക് ശേഷമുള്ള റീജിയനെ നമ്മൾ പ്ലാസ്റ്റിക് റീജിയൻ എന്നും പേരിട്ട് വിളിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ വി ഐഡന്റിഫൈ ബ്രിട്ടിൽ ആൻഡ് ഡക്റ്റൈൽ മെറ്റീരിയൽസ്? എന്താ ഈ ഡക്റ്റിലിറ്റിയും ബ്രിട്ടിലിറ്റിയും എന്ന് പറഞ്ഞാൽ? ഒരു മെറ്റീരിയലിനെ നമുക്ക് വലിച്ചു നീട്ടി നേരിയ കമ്പികളാക്കി മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പേരിട്ട് വിളിച്ചത്. സോ ഇവിടെ ഡക്റ്റിലിറ്റി കൂടുതലാണോ എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഡി മുതൽ ഇ വരെയുള്ള റീജിയൻ, അതായത് ഡി എന്ന് പറഞ്ഞ റീജിയൻ ലാർജ് ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെയുള്ള മെറ്റീരിയൽ ഡക്റ്റൈൽ ആണ്. മോർ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇനി ഡി എന്ന് പറഞ്ഞ റീജിയൻ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. ഡി എന്ന് പറഞ്ഞ റീജിയൻ വളരെ ചെറുതാണെങ്കിൽ, ഡി ഇ എന്ന് പറഞ്ഞ ഈ റീജിയൻ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെയുള്ള മെറ്റീരിയൽ ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പൊട്ടിപ്പോവും. നമുക്ക് അയാളെ വലിച്ചു നീട്ടി നേരിയ കമ്പികളാക്കി മാറ്റാൻ പറ്റില്ല. സോ വലിച്ചു നീട്ടി നേരിയ കമ്പികളാക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡക്റ്റിലിറ്റി കൂടുതലാണ്. സോ ഡി എന്ന് പറഞ്ഞ റീജിയൻ വലുതാണെങ്കിൽ ഈ മെറ്റീരിയൽ കൂടുതൽ ഡക്റ്റൈൽ ആണെന്ന് പറയാം. ഇനി ഡി എന്ന് പറഞ്ഞ റീജിയൻ വളരെ ചെറുതാണെങ്കിൽ, സ്മോൾ ആണെങ്കിൽ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ബ്രിട്ടിൽ ആയിട്ടുള്ള വേഗം പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞു വെക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയലിന് എക്സാമ്പിൾ വേണോ? ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഗ്ലാസ് എന്ന് പറഞ്ഞ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് അയാളെ ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അയാൾ ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. എന്നാൽ സ്റ്റീലിന്റെ കേസ് എടുക്കുകയാണ്. സ്റ്റീൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോപ്പർ ആയിക്കോട്ടെ, നമുക്കറിയാം ഇവരെയൊക്കെ വലിച്ചു നീട്ടി നമുക്ക് നേരിയ തിന്നായിട്ടുള്ള കമ്പികളാക്കി മാറ്റാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഡിയുടെ ലെങ്ത് നോക്കിക്കൊണ്ട് മെറ്റീരിയൽ ഡക്റ്റൈൽ ആണോ അല്ലെങ്കിൽ ബ്രിട്ടിൽ ആണോ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why beams with the cross-sectional shape of I is used? Why beams with the cross-sectional shape of I is used for the construction of bridges. ബ്രിഡ്ജസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഐ ഷേപ്പ്ഡ് ആയിട്ടുള്ള ബീമുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കണേ, നമ്മൾ എടുത്തിരിക്കുന്ന ബീമിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ എടുത്തിരിക്കുന്ന ബീമിന്റെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം എന്താ? ഇവിടെ നമുക്കറിയാം ഈ ബീമിന് സൈഡ് വൈസ് ബെൻഡിങ് ഉണ്ടാകും. നമ്മളിവിടെ ഈ ബീമിന് മുകളിലേക്ക് ലോഡ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യാൻ തുടങ്ങും, വളയാൻ തുടങ്ങും. സോ ഇത്തരത്തിൽ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ബീമിന്റെ മുകളിൽ എടുത്തിരിക്കുന്ന ഈ ബീമിന്റെ മുകളിൽ ലോഡ് വെക്കുകയാണെങ്കിൽ ഇയാൾക്ക് സൈഡ് വേസ് ബെൻഡിങ് ഉണ്ടാകും. ഈ സൈഡ് വേസ് ബെൻഡിങ്ങിനെയാണ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നതിന് സൈഡ് വേസ് ബെൻഡിങ്ങിനെ, വളവിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ബക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐ ഷേപ്പ്ഡ് ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? സോ ഈ ഐ ഷേപ്പ്ഡ് ബ്രിഡ്ജസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബക്ലിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? സെറ്റാണോ? റെഡിയാണ്. Why beams with the cross-sectional shape of I is used for a construction of bridges? ബ്രിഡ്ജസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി നിങ്ങൾ പൊതുവെ കാണാറുണ്ട് ഐ ഷേപ്പ്ഡ് ആയിട്ടുള്ള ബീംസ് ആണ് പൊതുവെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഐ ഷേപ്പ്ഡ് ആയിട്ടുള്ള ബീംസ് ഉപയോഗിക്കാനുള്ള കാരണം? ഫോർ എക്സാമ്പിൾ, നമ്മൾ എടുത്തിരിക്കുന്ന ബീമിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഈ ബീമിലേക്ക് ലോഡ് വരുന്ന സമയത്ത് ഇയാൾ ബെൻഡ് ചെയ്യും. എന്താ സംഭവിക്കുക? ഈ ബീമിന് ബെൻഡിങ് ഉണ്ടാകുന്നു, വളവുണ്ടാകുന്നു. സോ ഈ വളവുണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത്
എന്ത് ചെയ്യുന്നത്? ഐ ഷേപ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നത്. ഈ സൈഡിലേക്കുള്ള ഈ സൈഡ് വേസ് ബെൻഡിങ്ങിന് ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. എന്താ വിളിക്കുക? ഈ സൈഡ് വേസ് ബെൻഡിങ്ങിനെ, സൈഡിലേക്ക് വളയുന്നതിനെ, ബീമുകൾ സൈഡിലേക്ക് വളയുന്നതിനെ, ബെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ ബക്ലിംഗ് എന്നാണ് പേരിട്ട് വിളിക്കാറ്. സോ ഈ ബക്ലിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ ഒഴിവാക്കാൻ വേണ്ടി, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഐ ഷേപ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നത്. സോ ഈ ഐ ഷേപ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കൂടിയ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രിഡ്ജസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഉഷാറായിട്ട് പഠിക്കുക, എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ദിസ് ഇസ് അർജുൻ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.